അല്ല, വളരെ വിശദമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വിശദീകരണം അതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. അല്ല, വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭിന്നശേഷിക്കാരോടുള്ള താല്പര്യത്തിൻ്റെ കാര്യത്തിലും മാനവികരോടുള്ള പൊതുവായ തുല്യമായ സമീപനത്തിലും ഒരു സംശയവും ആരും പറയണ്ട. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന അഭിപ്രായം ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കേണ്ട ചില സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പറയേണ്ട, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടെയും മാനവൻ്റെയോടും എടുക്കുന്ന സമീപനം അവർ കേരളത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം, ആ വിഭാഗത്തിന് ജോലി കിട്ടുകയും വേണം, അതും നടപ്പിലാക്കണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് യാതൊരു സംശയവും ആശങ്ക ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് കാര്യമില്ല. അത് UDFൻ്റെ ചില മെമ്പർമാരവിടെ ശ്രമിച്ചത് അതിനാണ്. അതവർ ജനം പൊതുവിൽ മാനവൻ്റെ ഉൾപ്പെടെ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇത്രയും സുഗമമായി നല്ല ബന്ധത്തിൽ പോകുന്ന വേറെ ഏത് സ്റ്റേറ്റുണ്ട്? ഇത്രയും കൂടുതൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതാണ്? അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നില്ലേ? എല്ലാം കൊടുക്കുന്നില്ലേ?